ഗ്ലോറി ടു ഗോഡ്. ലിവിംഗ് ക്രൈസ്റ്റിലേക്ക് നിങ്ങളേവരെയും ഞാൻ ചേർന്ന് സ്വാഗതം ചെയ്യുന്നു. ഒരിക്കൽ കൂടി തിരുവചനവുമായി നിങ്ങളുടെ മുമ്പിലേക്ക് കടന്നു വരുവാൻ വലിയവനായ ദൈവം എന്നെ സഹായിച്ച എല്ലാ വഴികൾക്കുമായി ഞാൻ ദൈവത്തിന് നന്ദി പറയുന്നു. പ്രിയരെ, പ്രാരംഭമായി ഈ എപ്പിസോഡ് സ്പോൺസർ ചെയ്തിരിക്കുന്നത് സൗദി അറേബ്യയിൽ നിന്നും ചെറിയാൻ ബ്രദറും കുടുംബവും ചേർന്നാണ്. തൻ്റെ പ്രാർത്ഥന വിഷയം എന്ന് പറയുന്നത് തൻ്റെ മകൾ അനുഗ്രഹിക്ക് വേണ്ടിയാണ് പ്രത്യേകമായി പ്രാർത്ഥന വിഷയം പ്രാർത്ഥിക്കുന്നത്. ഫെബ്രുവരി 24 മുതൽ തൻ്റെ മകളുടെ +2 എക്സാം ആരംഭിക്കുകയാണ്. അതിനകത്തൊരു അത്ഭുത വിടുതൽ, പ്രത്യേകിച്ച് മാർച്ച് 28 വരെയും ഈ എക്സാം നടക്കുന്നു. ഇതിനകത്ത് കർത്താവ് അത്ഭുതകരമായൊരു ജയം പകരുകയും തനിക്ക് അടുത്ത BBAക്കുള്ള അഡ്മിഷൻ ലഭിക്കേണ്ടതിനായിട്ടും പ്രത്യേകമായി പ്രാർത്ഥന വിഷയം ചോദിക്കുന്നു. അതേപോലെ തന്നെ തൻ്റെ മകൻ്റെ ജോലിയോട് സംബന്ധിച്ച ട്രെയിനിങ്ങിൻ്റെ ഒരു ടെസ്റ്റ് നടക്കുകയാണ്. ഫെബ്രുവരി 24 കർത്താവ് അത്ഭുതകരമായി ഒരു ജയം പകരേണ്ടതിനായിട്ട്, ദൈവത്തിൻ്റെ പ്രവൃത്തി വെളിപ്പെടേണ്ടതിനായിട്ട് നമുക്ക് ഒരുമിച്ച് ചേർന്നുകൊണ്ട് പ്രാർത്ഥിക്കാം. എല്ലാവരും എൻ്റെ കൂടെ ചേർന്നുകൊണ്ട് പ്രാർത്ഥിക്കണം. അതേപോലെ തന്നെ ചെറിയാൻ ബ്രദറിൻ്റെ വൈഫിന് പൂർണ്ണമായൊരു വിടുതലും സൗഖ്യവും ആ ദേശത്തിൽ അത്ഭുതകരമായൊരു ജോലിയുടെ വഴി തുറക്കുകയും ചെയ്യേണ്ടതിനായി പ്രത്യേകമായി പ്രാർത്ഥന വിഷയം ചോദിക്കുന്നു. അതേ നിലയിൽ തന്നെ ചെറിയാൻ ബ്രദറിന് ആ ദേശത്തിൽ വലിയൊരു കടബാധ്യതയുണ്ട്. അത് പൂർണ്ണമായി പരിഹരിക്കപ്പെടേണ്ടതിനായിട്ട് പ്രത്യേകമായി പ്രാർത്ഥന വിഷയം ചോദിക്കുന്നു. എൻ്റെ കൂടെ ചേർന്നുകൊണ്ട് എത്ര പേർ പ്രാർത്ഥിക്കാൻ തയ്യാറാകും? ഞാൻ പൂർണ്ണമായി വിശ്വസിക്കുന്നു. ദൈവം വാക്കുമാറാത്തവനാണ്. ഈ എപ്പിസോഡ് കഴിയുമ്പോൾ തന്നെ ഈ മകളെ അതിശയകരമായി ആ പരീക്ഷയിലൂടെ വിജയം ദൈവം കൊടുക്കാൻ പോകുന്നു. കാരണം സുവിശേഷത്തിന് ശക്തിയുണ്ട്. ഞാൻ വിശ്വസിക്കുന്നു യേശു അത്ഭുതങ്ങളുടെ ദൈവമാണ്. സുവിശേഷം സുവാർത്തയാണ്. ഈ കുടുംബത്തിനകത്ത് ഗുഡ് ന്യൂസ് വരാൻ പോകുന്നതിനായി സ്തോത്രം. ദൈവത്തിൻ്റെ പ്രവൃത്തി വെളിപ്പെട്ട് വരാൻ പോകുന്നതിനായി സ്തോത്രം. എൻ്റെ കൂടെ ചേർന്നുകൊണ്ട് പൂർണ്ണമായി ഓരോ ദൈവമക്കളും വിശ്വസിക്കണമെന്ന് ഉറപ്പിക്കുന്നു. ഇതൊരു ദൈവപ്രവൃത്തിയുടെ സമയമാണ്. എല്ലാവരും കണ്ണുകൾ അടച്ചാട്ടെ, നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. ഞങ്ങളെ സ്നേഹിക്കുന്ന ഞങ്ങളുടെ നല്ല ദൈവമേ, പൂർണ്ണ ഹൃദയത്തോടെ ഞങ്ങൾ ചെറിയാൻ പറഞ്ഞ കുടുംബത്തിനുമായി പ്രാർത്ഥിക്കുന്നു. തമ്പുരാനെ അനുഗ്രഹിക്കായി തൻ്റെ മകൾക്കായി പ്രാർത്ഥിക്കുന്നു. ഫെബ്രുവരി 24 മുതൽ തുടങ്ങുന്ന എക്സാമിനകത്ത് +2 എക്സാം ഏറ്റവും നല്ലതുപോലെ പാസ്സാകുകയും ഏറ്റവും നല്ല മാർക്കിൽ പാസ്സായി BBAക്കുള്ള അഡ്മിഷൻ കിട്ടുകയും ചെയ്യേണ്ടതിനായി പ്രാർത്ഥിക്കുന്നു. തമ്പുരാനെ ഓരോ എക്സാമിനകത്തും പരിശുദ്ധാത്മാവിൻ്റെ സഹായം, യേശുവിൻ്റെ രക്തത്തിൻ്റെ ജയം സംഭവിക്കേണ്ടതിനായി പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഇതൊരു അത്ഭുതമാണെന്ന് പറയാൻ തക്കവണ്ണം ദൈവത്തിനകത്ത് പ്രവർത്തിക്കുന്നതിനായി നന്ദി. അതേ നിലയിൽ തന്നെ നിന്നുകൊണ്ട് ഞാൻ വിശ്വസിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുമ്പോൾ ദൈവത്തിൻ്റെ വലിയ കരുണ, ദൈവത്തിൻ്റെ വലിയ പ്രവൃത്തി വെളിപ്പെട്ട് വരികയാണ്. ദൈവത്തിൻ്റെ ആ വലിയ തേജസ് കാണാൻ തക്കവണ്ണം പരിശുദ്ധാത്മാവെ അങ്ങ് പ്രവർത്തിക്കണമേ. അപ്പാ, അങ്ങയുടെ കരം ചലിപ്പിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഞാൻ വിശ്വസിച്ചുകൊണ്ട് ഈ പ്രാർത്ഥിക്കുന്ന ഈ സമയത്ത് തന്നെ വലിയൊരു മറുപടി കർത്താവേ ഈ മകളുടെ വിഷയത്തിൽ സംഭവിച്ചതിനായി നന്ദി. അതേ നിലയിൽ തന്നെ ഫെബ്രുവരി 24 തൻ്റെ മകൻ്റെ ജോലിയോട് സംബന്ധിച്ച് ടെസ്റ്റ് നടക്കുന്നു. ആ ട്രെയിനിങ്ങിനകത്ത് കയറുന്നതിന് മുമ്പുള്ള ടെസ്റ്റാണ്. അത്ഭുതകരമായി വിജയിക്കേണ്ടതിനായി കർത്താവ് അത് അത്ഭുതമാക്കുന്നതിനായി നന്ദി. അതേപോലെ തന്നെ ചെറിയാൻ ബ്രദറിൻ്റെ ആ വൈഫിനായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവ് പൂർണ്ണ വിടുതൽ, പൂർണ്ണ സൗഖ്യം ഇപ്പോൾ തന്നെ തൻ്റെ മകളുടെ വെളിയിൽ വെളിപ്പെടുകയും ജോലിയുടെ വഴി തുറക്കുകയും ചെയ്യേണ്ടതിനായി പ്രാർത്ഥിക്കുന്നു. കർത്താവ് അത്ഭുതങ്ങളെ ചെയ്യുന്നതിനായി നന്ദി. ഞാൻ വിശ്വസിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്ന ഈ മിനിറ്റിൽ തന്നെ കർത്താവേ, എൻ്റെ കൂടെ കുടുംബം പ്രാർത്ഥിക്കുമ്പോൾ അത്ഭുതം നടക്കുന്നതിനായി നന്ദി. ചെറിയാൻ ബ്രദറിനായി ഞങ്ങൾ ഒരുമിച്ച് ചേർന്നുകൊണ്ട് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഇതൊരു അത്ഭുതത്തിൻ്റെ സീസൺ ആക്കേണ്ടതിനായി, പ്രത്യേകിച്ച് തനിക്ക് വലിയ വഴി തുറക്കേണ്ടതിനായി, പ്രത്യേകിച്ച് തൻ്റെ വിഷയത്തിനകത്തെല്ലാം വലിയ മറുപടി വരേണ്ടതിനായി ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുകയാണ്. ദൈവപ്രവൃത്തി വെളിപ്പെടുത്തണമേ അപ്പാ, അത്ഭുതത്തെ വെളിപ്പെടുത്തണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങൾ ഈ പ്രാർത്ഥിക്കുന്ന സമയത്ത് തന്നെ കർത്താവ് വാക്കുമാറാത്തവനായി ദൈവത്തിൻ്റെ കരം ഈ കുടുംബത്തിന് വേണ്ടി വെളിപ്പെട്ടെന്നും സാമ്പത്തിക വഴികൾ തുറന്നു, തൻ്റെ കടബാധ്യത തീർന്നു എന്ന് പറയാൻ തക്കവണ്ണം കർത്താവെ അങ്ങ് പ്രവർത്തിച്ചതിനായി നന്ദി, അങ്ങ് ചലിച്ചു കഴിഞ്ഞതിനായി നന്ദി. യേശുവിൻ നാമത്തിൽ ഞാൻ പ്രാർത്ഥിക്കുന്നു. കേൾക്കണം പിതാവേ. ആമേൻ, ആമേൻ, ആമേൻ. പ്രിയരെ, അനുഗ്രഹിക്കപ്പെട്ട ഒരു എപ്പിസോഡിലോട്ട് ഞാൻ നിങ്ങളെ ക്ഷണിക്കുന്നു. കടന്നു വന്നാട്ടെ. പ്രിയരെ, മാറ്റമില്ലാത്ത ദൈവത്തിൻ്റെ തിരുവചനവുമായി ഒരിക്കൽ കൂടെ നിങ്ങളുടെ മുമ്പിലേക്ക് കടന്നു വരുവാൻ വലിയവനായ ദൈവം എന്നെ സഹായിച്ച എല്ലാ വഴികൾക്കുമായി ഞാൻ ദൈവത്തിന് നന്ദി പറയുന്നു. എൻ്റെ കഴിവോ എൻ്റെ മിടുക്കോ അല്ല പ്രിയരെ, കർത്താവിൻ്റെ കരമാണ് ഓരോ പ്രാവശ്യവും നിങ്ങളുടെ മുമ്പിലേക്ക് കടന്നു വരുവാൻ എന്നെ സഹായിക്കുന്ന. ആ നിലയിൽ നിന്നുകൊണ്ട് ഇന്ന് ഈ വചന സന്ദേശം ശ്രദ്ധിക്കുന്ന ഓരോ ദൈവമക്കളോടും ഞാൻ ആഴമായി ഓർപ്പിക്കുകയാണ്, ദൈവത്തിൻ്റെ വചനത്തിന് ദൈവത്തോളം ശക്തി കൊണ്ട് വിശ്വസിക്കാൻ പറ്റുമെങ്കിൽ ഈ വചനത്തിന് നമ്മുടെ ജീവിതത്തെ രൂപാന്തരപ്പെടുത്താൻ പറ്റും. എൻ്റെ ഭാഷയിൽ പറഞ്ഞാൽ ആർക്കും മാറ്റാൻ കഴിയാത്തതും വിശ്വസിക്കുന്ന ഏവർക്കും മാറ്റം കൊണ്ടുവരുന്നതുമായ തമ്പുരാൻ്റെ തിരുവചനവുമായി നിങ്ങളുടെ മുമ്പിൽ നിൽക്കുമ്പോൾ ഒന്നെനിക്ക് വ്യക്തമാണ്, ഈ വചനത്തിന് നിൻ്റെ ജീവിതത്തിനകത്ത് അത്ഭുതങ്ങളെ ചെയ്യാൻ കഴിയും. ഹല്ലേലൂയ. നിങ്ങൾ വിശ്വസിക്കുന്നവരാണെങ്കിൽ ഈ വചനം നിങ്ങൾ ഏറ്റുപറയുന്നുണ്ടെങ്കിൽ, ഈ വചനത്തിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് യോഹന്നാൻ്റെ സുവിശേഷം 1-ാം അധ്യായം അതിൻ്റെ 1-ാമത്തെ വാക്യം പറയുന്നു, ആദിയിൽ വചനമുണ്ടായിരുന്നു,
വചനം ദൈവത്തോടു കൂടെയായിരുന്നു, വചനം ദൈവമായിരുന്നു. എന്നെ കേൾക്കുന്നവരെ, വചനത്തിന് ദൈവത്തോളം ശക്തി ഉണ്ടെന്ന് വിശ്വസിക്കുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിനകത്ത് ഇതുവരെയും തുറക്കാത്ത ചില വലിപ്പം ഇപ്പോൾ തുറക്കാൻ തുടങ്ങും. അങ്ങനൊന്ന് വിശ്വസിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്ന ഓരോ ദൈവമക്കളെ നോക്കി ഞാൻ വിളിച്ചു പറയുന്നത്, വചന സന്ദേശം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ നിങ്ങൾ കാണാത്ത, നിങ്ങളുടെ ജീവിതത്തിൽ അറിയാത്ത ചില വഴികൾ നിങ്ങളുടെ മുമ്പിലേക്ക് തുറന്നു വരും. കാരണം 119 സങ്കീർത്തനം അതിൻ്റെ 105 വാക്യം പറയുകയാണ്, നിന്റെ വചനം എൻ്റെ കാലിന് ദീപവും എൻ്റെ പാതയ്ക്ക് പ്രകാശവുമാണ്. വിശ്വസിക്കാൻ പറ്റുമെങ്കിൽ ഈ വചനം എൻ്റെ കാലിന് ദീപമാണ്, എൻ്റെ പാത എന്ന് പറഞ്ഞാൽ മുമ്പിലൊന്നും വ്യക്തമല്ലെങ്കിലും ഇതാ ദൈവത്തിൻ്റെ വചനത്തിൻ്റെ ശക്തി നിനക്ക് മുമ്പിൽ ചിലത് തുറന്നു തരികയാണ്. 119 സങ്കീർത്തനം 130 വാക്യം പറയുകയാണ്, നിന്റെ വചനത്തിൻ്റെ വികാസനം പ്രകാശപ്രദമാണ്, അത് അല്പബുദ്ധികളെ ബുദ്ധിമാന്മാരാക്കും. അങ്ങനെ ഒന്ന് വിശ്വസിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നവരുണ്ടെങ്കിൽ ഇപ്പോൾ പറഞ്ഞാട്ടെ, ഒരു വലിയ പ്രകാശം പോലെ ഇതുവരെയും മറഞ്ഞു കിടന്ന ചിലത് ഇപ്പോൾ ഈ വചന ശബ്ദം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ഈ വചനത്തിനകത്ത് വിശ്വസിക്കുകയും ഏറ്റെടുക്കുകയും ചെയ്യുമ്പോൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് അത് വെളിപ്പെട്ട് വരികയാണ്. അല്ലെങ്കിൽ നിങ്ങളതിപ്പോൾ സ്വീകരിക്കുകയാണ്. അതൊന്ന് വിശ്വസിച്ചുകൊണ്ട്, കർത്താവേ, ഈ വചന സന്ദേശം കേട്ട് കഴിയുമ്പോൾ തന്നെ എൻ്റെ ജീവിതത്തിനകത്ത് മറക്കാൻ കഴിയാത്ത ഒരു അത്ഭുതം, എൻ്റെ ജീവിതത്തിനകത്ത് മറക്കാൻ കഴിയാത്ത ഒരു അനുഭവം എൻ്റെ ജീവിതത്തിനകത്തേക്ക് അങ്ങ് പകരണമേ എന്നൊന്ന് പറഞ്ഞ് പ്രാർത്ഥിക്കുന്നുണ്ടെങ്കിൽ പ്രാർത്ഥിക്കണമെന്ന് ഓർപ്പിക്കുന്നു. അതേ നിലയിൽ തന്നെ നിന്നുകൊണ്ട് ഞാൻ നിങ്ങളോട് വിളിച്ചു പറയുകയാണ്, അറിവിനേക്കാൾ വലുതാണ് അനുഭവം എന്ന് പറയുന്നത്. ഹല്ലേലൂയ. നമ്മൾ അറിവിൽ ആരാധിക്കുന്നുണ്ട്, അറിവിൽ ദൈവമേ എന്ന് വിളിക്കുന്നുണ്ട്. അതിനേക്കാൾ വലുതായി ഈ വചന സന്ദേശം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾ അനുഭവത്തിൽ അപ്പാ എന്നൊന്ന് വിളിച്ചാൽ, അനുഭവത്തിൽ ദൈവമേ എന്നൊന്ന് വിളിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ ജീവിതത്തിനകത്ത് അസാധാരണമായ ദൈവകൃപ വ്യാപരിക്കും. ഹല്ലേലൂയ. ദൈവത്തിൻ്റെ ശക്തി വ്യാപരിക്കും. കാരണം നമ്മുടെ ജീവിതത്തിനകത്ത് നാം ദൈവത്തോട് അടുക്കും തോറും നമ്മുടെ ജീവിതത്തിനകത്ത് അസാധാരണമായ അനുഭവങ്ങൾ ദൈവം പകരും. ഞാൻ ഈ കഴിഞ്ഞ ദിവസം ഒരു കുടുംബത്തിന് വേണ്ടി പ്രാർത്ഥിക്കാൻ നിൽക്കുമ്പോൾ, ഏകദേശം 21 വയസ്സുള്ള ഒരു കുഞ്ഞ്, ഹല്ലേലൂയ, അവൾക്ക് ആത്മഹത്യ ചിന്ത മാത്രമാണ് അവളുടെ ജീവിതത്തിനകത്തുള്ളത്. ഹല്ലേലൂയ. അവൾ അവളുടെ മാതാവിനെയും പിതാവിനെയും നോക്കിയിട്ട് പറയുകയാണ്, നിങ്ങൾ എന്നെ അബോർട്ട് ചെയ്യാഞ്ഞതെന്താണ്? ഹല്ലേലൂയ. ഞാൻ ഇത് 4-5 പ്രാവശ്യം കേട്ട് കഴിഞ്ഞപ്പോൾ എൻ്റെ അകത്ത് അനുഭവമാണ്. പരിശുദ്ധാത്മാവ് പറയുകയാണ്, ഈ അബോർഷൻ എന്ന് പറയുന്നത് എന്നെ ഇല്ലാതാക്കാഞ്ഞത് എന്താണെന്ന് 21 വയസ്സ് കഴിഞ്ഞിട്ടും ഇവൾ പറയണമെന്നെങ്കിൽ ഇവളുടെ ഉള്ളിൽ എന്തോ ഒന്നുണ്ട്. ഹല്ലേലൂയ. അങ്ങനെ പ്രാർത്ഥിച്ചു. ഒരു പ്രാവശ്യം കൂടെ പ്രാർത്ഥിച്ച് ഞാൻ ഈ മാതാപിതാക്കളോട് ചോദിക്കുമ്പോൾ ആ മകളുടെ അമ്മ എന്നോട് കണ്ണുനീരോടെ പറഞ്ഞു, ഞാൻ ഇവളെ 9 വീക്ക് പ്രഗ്നൻ്റ് ആയിരിക്കുമ്പോൾ എനിക്ക് ചിക്കൻ ബോക്സ് വന്നു. ചിക്കൻ ബോക്സ് വന്നപ്പോൾ എന്നെ നോക്കുന്ന ഡോക്ടർ പറഞ്ഞു, ഇനി ഈ കുഞ്ഞിനെ ലഭിക്കത്തില്ല, നിങ്ങൾ ഇതിനെ അബോർട്ട് ചെയ്താൽ നല്ലതാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 9 ആഴ്ച പ്രായമുള്ള ആ കുഞ്ഞ് ആ ഉദരത്തിൽ വളർന്നുകൊണ്ടിരിക്കുമ്പോൾ അബോർഷൻ എന്നുള്ള വേർഡ് അതിൻ്റെ മേളിൽ ഒരു അവകാശമായി, അല്ലെങ്കിൽ ഒരു സ്പിരിറ്റ് അതിൻ്റെ മേളിൽ അവകാശം പറയുന്ന അനുഭവത്തിലേക്ക് വന്നു. നിങ്ങൾ നോക്കണം, 21 വയസ്സിൽ വരുമ്പോഴും അവളെ ആത്മഹത്യയിലേക്ക് നടത്താൻ നോക്കുന്നത് ആ അമ്മയുടെ ഉദരത്തിൽ വെച്ച് ചിക്കൻ ബോക്സിലൂടെ വെളിപ്പെട്ട, അല്ലെങ്കിൽ ഡോക്ടർമാർ മാറി മാറി പറഞ്ഞത് ഈ കുഞ്ഞിനെ നിങ്ങൾക്ക് ലഭിക്കത്തില്ല എന്ന് പറഞ്ഞ ആ വാക്കുകളുടെ ശക്തി ഇപ്പോഴും അവളിൽ വ്യാപരിച്ചുകൊണ്ടിരിക്കുകയാണ്. നിങ്ങൾ ശ്രദ്ധിക്കാൻ പറ്റുമെങ്കിൽ ആ അനുഭവം എൻ്റെ ജീവിതത്തിനകത്ത് വലിയ അതിശയമായി എനിക്ക് തോന്നി. ഞാൻ ആ മകളുടെ തലയിലോട്ട് കൈവച്ച് യേശുവിൻ്റെ രക്തത്തിലും യേശുവിൻ്റെ നാമത്തിലും ജനനം മുതൽ ഇതുവരെയും നിന്റെ മേളിൽ അവകാശം പറഞ്ഞ ഈ ശക്തി ഇപ്പോൾ നിന്നിൽ നിന്ന് മാറുന്നു എന്ന് പറഞ്ഞുകൊണ്ട് പ്രാർത്ഥിച്ച സെക്കൻഡിൽ തന്നെ, ഹല്ലേലൂയ, ആ അബോർഷൻ എന്ന ശക്തിയും ഇല്ലാതാക്കണമെന്ന ശക്തിയും സൂയിസൈഡ് ടെൻഡൻസി കൊണ്ടുവരുന്ന ശക്തിയും ആ മകളിൽ നിന്ന് മാറിപ്പോവുകയാണ്. എന്നെ കേൾക്കുന്നവരെ, ഞാൻ ആത്മാവിൽ നിങ്ങളെ നോക്കി വിളിച്ചു പറയുന്നു, ഇതേപോലെ തന്നെ ദൈവവചനം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ആ ദൈവവചനത്തിൻ്റെ ശക്തിയാൽ നമുക്ക് വിവിധ അനുഭവങ്ങൾ ഉണ്ടാകാം. എന്നെ ശ്രദ്ധിക്കുന്നവരുണ്ടെങ്കിൽ ചിലവർക്ക് ഈ ക്രിസ്ത്യ ജീവിതം എന്ന് പറയുന്നത് വലിയ ഭാരമാണ്. ഹല്ലേലൂയ. ആരോ എന്നെ കേൾക്കുന്നവർ പറയുന്നു, കണ്ണുനീര് മാത്രമാണ് ജീവിതം. ഹല്ലേലൂയ. മുമ്പോട്ടൊരു വഴിയില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ദൈവവചനത്തിൻ്റെ വലിപ്പം നിങ്ങൾ തിരിച്ചറിഞ്ഞാൽ, ദൈവവചനത്തിന് നമ്മളെ മോചിപ്പിക്കാൻ അധികാരമുണ്ടെന്ന് തിരിച്ചറിഞ്ഞാൽ, കാരണം യേശു കർത്താവ് തൻ്റെ ശിഷ്യന്മാരോട് പറയുകയാണ്, ഞാൻ നിങ്ങളോട് സംസാരിച്ച വചനത്താൽ നിങ്ങൾ ഇപ്പോൾ ശുദ്ധിയുള്ളവരായിത്തീരുകയാണ്. എന്നെ കേൾക്കുന്നവരെ, ഈ വചനത്തിന് നമ്മെ ശുദ്ധീകരിക്കാൻ കഴിയും. കാൽവരി ക്രൂശിൽ അവസാന തുള്ളി രക്തവും നമുക്ക് വേണ്ടി ഒഴുക്കി തന്ന ആ വിലയുള്ള രക്തത്തിന് നമ്മെ മോചിപ്പിക്കുവാൻ കഴിയും. അങ്ങനെ ഉണ്ടെങ്കിൽ ഈ മിനിറ്റ് മുതൽ ചിലവർ അനുഭവത്തിനകത്ത് നിന്നുകൊണ്ട്, കർത്താവെ, ഞാൻ ഈ കടന്നു പോകുന്ന സഫറിങ്ങൾ, ഞാൻ ഈ കടന്നു പോകുന്ന ആ വലിയ പ്രതികൂലത്തിൽ മുമ്പോട്ട് പോകാൻ കഴിയാത്ത അനുഭവങ്ങളിൽ എൻ്റെ ജീവിതത്തിനകത്ത് ഇന്ന് ഈ വചന സന്ദേശം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ വചനത്തിന് എന്നെ വിടുവിക്കാൻ കഴിയുമെന്നും
വചനം ജീവനും ചൈതന്യമുള്ളതാണെന്നും ഏത് ഇരുതല വാളിനേക്കാൾ മൂർച്ചേറിയതാണെന്നും ഞാൻ തിരിച്ചറിയുന്നു. കർത്താവെ, എന്നെ മോചിപ്പിക്കണമേ, എൻ്റെ ജീവിതത്തിനകത്ത് അത്ഭുതങ്ങളെ ചെയ്യണമേ. അങ്ങനെയൊക്കെ ഒന്ന് പറഞ്ഞ് പ്രാർത്ഥിക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ ഇതാ നിങ്ങളുടെ ജീവിതം അടുത്തൊരു തലത്തിലോട്ട് പോവുകയാണ്. നിങ്ങൾ മോചിക്കപ്പെടുകയാണ്. നിങ്ങളുടെ ജീവിതത്തിനകത്ത് അസാധാരണമായ ദൈവപ്രവർത്തികൾ സംഭവിക്കുകയാണ്. ആഴമായിട്ടൊന്ന് പ്രാർത്ഥിക്കുകയും ആഴമായി ഒന്ന് വിശ്വസിക്കുകയൊക്കെ ചെയ്യുന്നവരുണ്ടെങ്കിൽ എൻ്റെ കൂടെ ഈ മിനിറ്റ് മുതൽ കർത്താവെ, ഈ വചന സന്ദേശം കഴിയുമ്പോൾ എനിക്കൊരു സ്പർശനം വെളിപ്പെടേണ്ടതിനായിട്ട്. യോബ് പറയാണ്, ഒരു വൃക്ഷമായാൽ അതിന് പ്രത്യാശയുണ്ട്, അത് വെട്ടിയാലും പിന്നെയും പൊട്ടിക്കിളിർക്കും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ ദൈവവചനം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾ വിശ്വസിക്കുക, യേശു കർത്താവ് ഉയർത്തെഴുന്നേറ്റ് അതേ നിലയിൽ നമ്മളെയും അവൻ ഉയർത്തെഴുന്നേൽപ്പിച്ച് അവൻ്റെ രാജ്യത്തിലാക്കി വെച്ചിരിക്കുന്നു എന്നാണ് എഫേസ്യ ലേഖനം 2-ാം അധ്യായം നമ്മോട് പറയുന്നത്. അങ്ങനെ ഒന്ന് വിശ്വസിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങളെ തകർക്കാൻ നോക്കുന്ന എല്ലാ വിഷയത്തിനകത്തും നിങ്ങൾ ഉയർത്തെഴുന്നേറ്റിട്ടുണ്ട്. ഞാൻ ഈ ദിവസങ്ങളിൽ ചിന്തിച്ചതിനകത്ത് ഏറ്റവും വലിയ ആഴമെന്ന് പറയുന്നത്, മഹത്വം ഒരിടത്ത് വെളിപ്പെട്ടാൽ മഹത്വത്തിൽ മരണം മാറിപ്പോകുന്നുള്ളതാണ്. എന്നെ തിന്നുന്നവൻ എൻ മുഖാന്തരം ജീവിക്കും. അറിയാം, ഈ അപ്പം തിന്നുന്നവൻ എന്നേക്കും ജീവിക്കും. എന്നെ കേൾക്കുന്നവരെ, യേശുവിൻ്റെ രക്തത്തിൻ്റെ വലിയ ശക്തിയാണ് നിങ്ങളിപ്പോൾ അനുഭവിക്കുന്നത്. നിങ്ങളുടെ ജീവിതത്തിനകത്ത് വെല്ലുവിളിച്ച് നിൽക്കുന്ന എല്ലാവിധമായ പ്രശ്നങ്ങളെയും നിങ്ങൾക്ക് ജയിക്കുവാൻ കഴിയും ദൈവവചനത്തിൻ്റെ ശക്തിയാൽ. ദൈവവചനത്തിൻ്റെ ശക്തിയെക്കുറിച്ച് ഒന്നുകൂടെ ഓർപ്പിക്കുമ്പോൾ 107-ാം സങ്കീർത്തനം അതിൻ്റെ 20-ാമത്തെ വാക്യം പറയുകയാണ്, ഞാൻ എൻ്റെ വചനം അയച്ചവരെ സൗഖ്യമാക്കുകയും അവരുടെ കുഴിയിൽ നിന്ന് കരകയറ്റുകയും ചെയ്യും. വിശ്വസിക്കുന്നവരുണ്ടെങ്കിൽ ഇപ്പോൾ ഈ ദൈവവചനത്തിൻ്റെ ശക്തി നിങ്ങളുടെ മേളിൽ വെളിപ്പെട്ടുമ്പോൾ, നിങ്ങൾ ദീർഘനാളായി ദൈവത്തിന് വേണ്ടി കാത്തിരുന്നയാളാണെങ്കിൽ ഇതാ ശക്തിയെ പുതുക്കുകയും കഴുകന്മാരെ പോലെ ചിറകടിച്ച് കയറുകയും ചെയ്യാൻ പോവുകയാണ്. ഇപ്പോൾ ആരൊക്കെയോ എന്നെ ശ്രദ്ധിക്കുന്നവർ വാസ്തവമായി പ്രാർത്ഥിച്ചു തുടങ്ങിയാണ്. ജീവിതത്തിനകത്തൊരു സന്തോഷം കാണാഞ്ഞ, ജീവിതത്തിനകത്തൊരു വിടുതലില്ല എന്ന് പറഞ്ഞുകൊണ്ട് എങ്ങനെ ഇനി മുമ്പോട്ട് പോകുമെന്ന് പറഞ്ഞുകൊണ്ട് നിൽക്കുമ്പോൾ ഇതാ നിൻ്റെ പടകിൽ യേശു ഉണ്ടെന്ന് തിരിച്ചറിയണം. അറിയാം, നിന്നെ മുക്കുമെന്നും നിന്നെ തകർക്കുമെന്നൊക്കെ വെല്ലുവിളിച്ച തിരമാലെ ആ ചുഴലിക്കാറ്റിൻ്റെ നടുവിൽ എൻ്റെ കർത്താവ് നിന്നെ ബലത്തോടെ മുമ്പോട്ട് കൊണ്ടുപോകാൻ പോവുകയാണ്. ഈ വചനശക്തിക്ക് നിന്നെ മുമ്പോട്ട് കൊണ്ടുപോകാൻ പറ്റും. കാരണം ഈ വചനം ഇരുതല വാളിനേക്കാൾ മുറിച്ചേറിയതാണ്. വിശ്വാസം എന്ന പരിചയം വചനമെന്ന വാളും എടുക്കുന്നവർക്ക് മുമ്പോട്ട് സ്റ്റെപ്പുകൾ വെക്കാൻ പറ്റും. നിങ്ങളുടെ ജീവിതത്തിനകത്ത് നിൽക്കുന്ന എതിരുകളെ നിങ്ങൾക്ക് ജയിക്കാൻ പറ്റും. ആ നിലകളിൽ നിന്നുകൊണ്ട് ഇന്ന് ഈ വചനം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ഞാൻ ഒരു ചെറിയ മേഖലയൊന്ന് തൊടുകയാണ്. ഹല്ലേലൂയ. നമുക്ക് എല്ലാവർക്കും ഈ ലോകത്തിൽ പ്രശ്നങ്ങൾ ഉണ്ടാകാം പ്രിയരെ. ഓരോ ദിവസവും മുമ്പോട്ട് പോകുമ്പോഴും സഫറിങ്ങളിൽ മുമ്പോട്ട് പോകുന്നവരുണ്ടാകാം. എന്നാൽ ദൈവവചനത്തിൻ്റെ ആഴം പറയുകയാണ്, ലോകത്തിൽ നിങ്ങൾക്ക് കഷ്ടമുണ്ട്, എങ്കിലും ധൈര്യപ്പെടുവൻ, ഞാൻ ലോകത്തെ ജയിച്ചിരിക്കുകയാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, കർത്താവിൻ്റെ സമാധാനം നമ്മുടെ കൂടെ ഉണ്ടെങ്കിൽ, ദൈവം നമ്മുടെ കൂടെ ഉണ്ടെങ്കിൽ ഈ ലോകത്തിലെ എല്ലാ കഷ്ടതകളെയും എല്ലാ സഫറിങ്ങുകളെയും നമുക്ക് ജയിക്കുവാൻ കഴിയും. നിങ്ങൾ പലവിധമായ വിഷമങ്ങളിലൂടെ വേദനകളിലൂടെ കടന്നു പോകുന്നവരാണെങ്കിൽ നിങ്ങളെ നോക്കി ഞാൻ വിളിച്ചു പറയുന്നു, ഇന്ന് ഈ സന്ദേശം നിങ്ങളെ പുതിയതാക്കും. നിങ്ങളുടെ ജീവിതത്തിനകത്ത് ദൈവത്തിന് പുതിയത് ചെയ്യാൻ കഴിയും. യേശയ്യാവ് വ്യക്തമായി വിളിച്ചു പറയാണ്, ഇതാ ഞാൻ പുതിയതൊന്ന് ചെയ്യുന്നു, അതിപ്പോൾ ഉത്ഭവിക്കും. മുമ്പുള്ളവയെ ഓർക്കണ്ട, പണ്ടുള്ളവയെ നിരൂപിക്കുകയും വേണ്ട, ഇതാ ഞാൻ പുതിയതൊന്ന് ചെയ്യുകയാണ്. പഴയ അനുഭവങ്ങളെ മറക്കാൻ തക്കവണ്ണം ജീവിതത്തിനകത്ത് എങ്ങും എത്തത്തില്ലെന്ന് പറഞ്ഞതിന് വേണ്ടി അത്ഭുതകരമായി ചെങ്കടലിലെ വഴി തുറന്നതുപോലെ ഇതാ നിന്റെ ജീവിതത്തിൽ ഇന്നത്തെ ഈ വചന സന്ദേശം അത്ഭുതകരമായ പുതുക്കം കൊണ്ടുവരാൻ പോവുകയാണ്. ആ നിലയിൽ നിന്നുകൊണ്ട് എന്നെ കേൾക്കുന്നവരെ, കഴിഞ്ഞ കാലങ്ങളിലെ ആ പ്രശ്നത്തിനകത്ത്, ആ പ്രതികൂലത്തിനകത്ത്, ആ പകർച്ചവ്യാധിയിലൊക്കെ നമ്മൾ തീരേണ്ടതാണ്. പക്ഷേ എന്നെയും നിങ്ങളെയും കുറിച്ച് ദൈവത്തിനൊരു പദ്ധതി ഉണ്ടെന്ന് വിശ്വസിക്കുമ്പോൾ, അമ്മയുടെ ഉദരത്തിൽ ഉരുവാകുന്നതിന് മുമ്പേ പേര് ചൊല്ലി വിളിച്ചു എന്ന് ഉറപ്പുണ്ടെങ്കിൽ ഇപ്പോൾ മുതൽ ബലപ്പെട്ടുകൊണ്ട് എവിടെ നിന്നാണോ നിങ്ങൾ ശ്രദ്ധിക്കുന്നത്, നിങ്ങൾ വിളിച്ചു പറയണം, എന്നെക്കുറിച്ച് എൻ്റെ ദൈവത്തിനൊരു പ്ലാനുണ്ട്, എന്നെക്കുറിച്ചൊരു പർപ്പസുണ്ട്. ആ പർപ്പസിലേക്ക്, ആ പ്ലാനിലേക്ക് അവൻ എന്നെ നടത്താൻ പോവുകയാണ്. ആ നിലകളിൽ നിന്നുകൊണ്ട് ഇന്നത്തെ ഈ വചന സന്ദേശം കേൾക്കുമ്പോൾ ഓരോ ദിവസവും രാവിലെ അല്ലെങ്കിൽ പ്രഭാതത്തിൽ എൻ്റെ ദൈവം എനിക്ക് വേണ്ടി പുതിയത് കരുതിയിട്ടുണ്ട്. അതാണ് ഇന്നത്തെ സന്ദേശം. ഓരോ ദിവസവും പുതിയത് തരുന്നവൻ. ഇതാ നിങ്ങളുടെ ജീവിതത്തിനകത്ത് ആ ഒരു എക്സൈറ്റ്മെൻറ്റിലേക്ക് ഇന്ന് നിങ്ങൾ മാറാൻ പോകുന്നു. നമ്മൾ വചനചിന്തയിലേക്ക് വരികയാണ്. വിലാപങ്ങളുടെ പുസ്തകം 3-ാം അധ്യായം അതിൻ്റെ 22 മുതൽ 25 വരെയുള്ള വാക്യങ്ങൾ. നാം മുടിഞ്ഞു പോകാതിരിക്കുന്നത് യഹോവയുടെ ദയാകുന്നു, അവൻ്റെ കരുണ തീർന്നു പോയിട്ടില്ലല്ലോ. 23-ാമത്തെ വാക്യം, അത് രാവിലെ തോറും പുതിയതും നിന്റെ വിശ്വസ്തത വലുതും ആകുന്നു. ഈ 2 വാക്യങ്ങൾ വായിക്കുമ്പോൾ തന്നെ നമുക്ക് വേണ്ടിയുള്ള വലിയ ആലോചന വെളിപ്പെട്ട് കഴിഞ്ഞു. നാം മുടിഞ്ഞു പോകാതിരിക്കുന്നത് യഹോവയുടെ ദയയാണ്, അവൻ്റെ കരുണ തീർന്നു പോയിട്ടില്ല. എന്നെ കേൾക്കുന്നവരെ, ജീവിതത്തിനകത്ത് സങ്കടം മാത്രം കണ്ടവർ, ജീവിതത്തിനകത്ത് ദുഃഖം മാത്രം അനുഭവിച്ചവർ, അവർക്കുള്ള വലിയൊരു സന്ദേശമാണെന്ന് ഞാൻ കൈമാറുന്നത്. ഇനിയും പ്രതീക്ഷയില്ലെന്ന് പറയുന്നവരോട്
ഈ വചനം പറയാണ്, ഞാനും നിങ്ങൾ മുടിഞ്ഞു പോകാഞ്ഞിരുന്നത് ദൈവത്തിൻ്റെ ദയയാണ്, അവൻ്റെ കരുണ തീർന്നു പോയിട്ടില്ലെന്നാണ്. ഇപ്പോൾ വിശ്വസിക്കാൻ പറ്റുമെങ്കിൽ ഇത് അമ്മയുടെ ഉദരം മുതൽ കുരുടനായ ഒരു മകൻ, അവന് പേരില്ല, അവൻ അപ്പൻ്റെ പേരിലാണ് അറിയപ്പെടുന്നത്. തിമായിയുടെ മകനായി ഭർത്യമായി. ആരോ എന്നും വഴിയരികിൽ കൊണ്ടുവന്ന് യാചകനായിരുത്തും. പക്ഷെ അവൻ ഒരു ദിവസം ഒരു ആരവം കേൾക്കുകയാണ്. അവന് ചെവി കേൾക്കുന്നതിന് കുഴപ്പമില്ല. അവൻ കേൾക്കുകയാണ്, നസറേനായ യേശു തനിക്ക് മുമ്പേ കടന്നു പോകുകയാണ്. എന്നാൽ അവൻ ഉറക്കെ വിളിച്ചു, ദാവീദ് പുത്ര, എന്നോട് കരുണ തോന്നണമേ. നിങ്ങൾ വിശ്വസിക്കാൻ പറ്റുമെങ്കിൽ, എൻ്റെ ദൈവത്തിൻ്റെ കരുണ തീർന്നിട്ടില്ലെങ്കിൽ, എത്രാമത്തെ വയസ്സിലാണ് നിങ്ങൾ കേൾക്കുന്നതെങ്കിലും, ഇതാ നിങ്ങൾക്ക് വേണ്ടി ഒരു പുതിയ അനുഭവത്തെ ദൈവം പകരാൻ പോവുകയാണ്. ഇപ്പോൾ തന്നെ പ്രാർത്ഥിക്കാൻ പറ്റുന്ന ഒരു വ്യക്തമായി പ്രാർത്ഥിക്കണം. നിങ്ങളുടെ മേളിൽ പുതിയ അനുഭവങ്ങൾ പകരപ്പെടാൻ പോവുകയാണ്. ഞാൻ ഈ വചനം പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ജീവിതത്തിനകത്ത് ഒരു പ്രതീക്ഷയിൽ എല്ലാ വഴികളും അടഞ്ഞു. സാമ്പത്തികമായി, ശാരീരികമായി, കുടുംബപരമായിട്ടൊക്കെ എല്ലാ വഴികളും അടഞ്ഞെന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്ന ചിലവരെ നോക്കി ആത്മാവിൽ പ്രവചിച്ചിട്ട് പറയുകയാണ്, ഇതാ നിന്റെ സമയം എഴുന്നേറ്റ് വരികയാണ്. നിനക്ക് വേണ്ടി ദൈവത്തിൻ്റെ കരുണ തീർന്നു പോയിട്ടില്ല. അടുത്ത പദം ഭയങ്കര വ്യക്തമാണ്. ദാവീദ് പുത്ര, എന്നോട് കരുണ തോന്നണമെന്ന് പറഞ്ഞവൻ ഉച്ചത്തിൽ നിലവിളിച്ചപ്പോൾ, എതിരുകളുണ്ട് കേട്ടോ, പ്രശ്നങ്ങളുണ്ട്, പക്ഷെ അതിൻ്റെ നടുവിൽ എൻ്റെ യേശു നിൽക്കുകയാണ്. ഈ വചനം പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ചിലവർക്ക് വേണ്ടി ദൈവം നിൽക്കുകയാണ്. ചിലവർക്ക് വേണ്ടി ആ കുഴഞ്ഞ ചേറ്റിൽ നിന്ന് കരകയറ്റുന്ന കരം വീണ്ടു വരികയാണ്. നിങ്ങളുടെ ജീവിതത്തിനകത്ത് മറക്കാൻ കഴിയാത്ത വലിയ അത്ഭുതങ്ങൾ ഇപ്പോൾ സംഭവിക്കാൻ പോവുകയാണ്. അതേ നിലയിൽ തന്നെ നിന്നുകൊണ്ട് വിലാപങ്ങളുടെ പുസ്തകം അതിൻ്റെ 23-ാമത്തെ വാക്യം നമ്മൾ ഒന്നുകൂടെ വായിക്കുകയാണ്. ഇതാണ് ഇന്നത്തെ മെയിൻ വാക്യം. അത് രാവിലെ തോറും പുതിയതും നിന്റെ വിശ്വസ്തത വലുതുമാകുന്നു. എന്നെ കേൾക്കുന്ന ഈ വാക്യം നമ്മുടെ ജീവിതത്തിൽ ഏറ്റെടുക്കണം. ഒരു ദിവസം പോലും മറക്കരുത്. അത് രാവിലെ തോറും പുതിയതാകുകയാണെങ്കിൽ ദൈവത്തിൻ്റെ കരുണ, ദൈവത്തിൻ്റെ മേഴ്സി നിന്നിൽ പുതിയ കാര്യങ്ങൾ ചെയ്യാൻ പോകുന്നു എന്ന് വിശ്വസിക്കുന്നുണ്ടെങ്കിൽ ഇന്നു മുതൽ നിങ്ങൾ എക്സൈറ്റ്മെൻറ്റിലായിരിക്കും ജീവിക്കുന്നത്. ഹല്ലേലൂയ. ഓരോ ദിവസവും വൈകിട്ട് കിടക്കാൻ പോകുന്നതിന് മുമ്പേ വലിയതായി ഭാരപ്പെട്ട് നാളെ ആ കടബാധ്യത എങ്ങനെ തീർക്കും, എനിക്ക് ആ ലോൺ അടയ്ക്കാൻ പറ്റുമോ, എൻ്റെ ഈ ശരീരത്തിൽ വെളിപ്പെട്ട് നിൽക്കുന്ന രോഗം സൗഖ്യമാകുമോ, വിവിധ നിലയിൽ വിവാഹം നടക്കുമോ, തലമുറ ഉണ്ടാകുമോ എന്നൊക്കെ ചോദിച്ചുകൊണ്ട് വിവിധ നിലകളിൽ ഭാരപ്പെട്ട് ശ്രദ്ധിക്കുന്നതിനുണ്ട്. ഞാൻ അവരെ നോക്കി വിളിച്ചു പറയാണ്, രാവിലെ തോറും അവൻ്റെ കരുണ പുതിയതാണ്. നിങ്ങൾ വിശ്വസിക്കുന്നതിനാണെങ്കിൽ ഇംഗ്ലീഷ് ട്രാൻസ്ലേഷൻ ഒന്ന് നിങ്ങൾ നോക്കണം കേട്ടോ. ദേ ആർ ന്യൂ എവരി മോർണിംഗ്, ഗ്രേറ്റ് ഈസ് യുവർ ഫെയ്ത്ത്ഫുൾനെസ്. എല്ലാ ദിവസവും അത് പുതിയതാണ്, അവൻ്റെ വിശ്വസ്തത വലുതുമാണ്. എന്നെ കേൾക്കുന്നവരെ, എന്നെ വിളിച്ച ദൈവം വിശ്വസ്തനാണ്, വഴിയിൽ ഉപേക്ഷിക്കത്തില്ല. അങ്ങനെ ഉണ്ടെങ്കിൽ ഇന്ന് ഈ വചന സന്ദേശം നിങ്ങൾ ഏത് സമയത്താണ് കേൾക്കുന്നതെന്ന് എനിക്കറിയത്തില്ല, ഏത് മീഡിയ മാർഗത്തിലാണ് ശ്രദ്ധിക്കുന്നതെന്ന് എനിക്കറിയത്തില്ല. പക്ഷേ ഇപ്പോൾ മുതൽ ഈ വചനത്തിനകത്ത് നിങ്ങൾ സമർപ്പിക്കുകയാണ്. എൻ്റെ ദൈവം എന്നെ കൈവിട്ടിട്ടില്ല, എനിക്ക് വേണ്ടി കരുതാമെന്ന് പറഞ്ഞവൻ ഇതാ അടുത്ത പ്രഭാതത്തിൽ, അടുത്ത മണിക്കൂറുകളിൽ അവൻ എനിക്ക് വേണ്ടി എന്തോ ഒരു പുതിയ കാര്യം ചെയ്യാൻ പോകുകയാണ്. ഒരു പുത്തൻ വഴി എനിക്ക് വേണ്ടി തുറക്കാൻ പോകുന്നു. എൻ്റെ ജീവിതത്തിനകത്ത് ചുറ്റും നോക്കിയാൽ ഇസ്രായേൽ മക്കൾ നോക്കിയതുപോലെ മുമ്പിൽ ചെങ്കടല്, പിറകിൽ ഫറവോൻ്റെ സൈന്യം, സൈഡിൽ വലിയ മലയാണ്. ജീവിതത്തിലെല്ലാം അവസാനിച്ചെന്ന് പറഞ്ഞുകൊണ്ട് നിൽക്കുമ്പോൾ പ്രഭാതയാമത്തിൽ ഇസ്രായേൽ മക്കൾക്ക് വേണ്ടി ആ വലിയ വഴി തുറക്കുകയാണ്. പ്രഭാതയാമത്തിൽ അവരെ അവസാനിപ്പിക്കുമെന്ന് പറഞ്ഞ ഫറവോനെ ഇതാ ചെങ്കടലിൽ ദൈവം മുക്കുകയാണ്. നിങ്ങൾ വിശ്വസിക്കാൻ പറ്റുമെങ്കിൽ ഈ പ്രഭാതയാമത്തിൽ ഒരു അസാധാരണ വഴിക്ക് വേണ്ടി നിങ്ങൾ ഒരുങ്ങണം. എൻ്റെ ദൈവത്തിന് വേണ്ടി നിങ്ങൾ പാത ഒരുക്കണം. ഓരോ പ്രഭാതവും ദൈവത്തിന് വേണ്ടി കാത്തിരിക്കുന്നതായി തീരണം. കാരണം എന്തെന്ന് ചോദിച്ചാൽ 24-ാമത്തെ വാക്യവും 25-ാമത്തെ വാക്യവും നമ്മൾ വായിച്ച് നമ്മുടെ ചിന്തയ്ക്കകത്തോട്ട് വരികയാണ്. യഹോവ എൻ്റെ ഓഹരി എന്ന് എൻ്റെ ഉള്ളം പറയുന്നു, അതുകൊണ്ട് ഞാൻ അവനിൽ പ്രത്യാശ വയ്ക്കുന്നു. 25-ാമത്തെ വാക്യം, തന്നെ കാത്തിരിക്കുന്നവർക്കും തന്നെ അന്വേഷിക്കുന്നവർക്കും യഹോവ നല്ലവൻ. വിശ്വസിക്കുന്നവരുണ്ടെങ്കിൽ ഈ 2 വാക്യങ്ങളെ ഒരുമിച്ച് സ്വീകരിച്ചോ. അവൻ എൻ്റെ ഓഹരി എന്ന് എൻ്റെ ഉള്ളം പറയുകയാണ്, അതുകൊണ്ട് ഞാൻ അവനിൽ പ്രത്യാശ വയ്ക്കുകയാണ്. എന്നെ കേൾക്കുന്നവരെ, നമ്മുടെ ദൈവം ജീവിക്കുന്നുവെന്നും എൻ്റെ എല്ലാമാണ് എൻ്റെ ദൈവം എന്നും പറയുന്ന ഓരോ ദൈവമക്കൾക്ക് വേണ്ടിയും ലോകം കാണാത്ത ഒരത്ഭുതം, ലോകമറിയാത്ത ഒരു വാതിൽ ഇതാ നിനക്ക് വേണ്ടി ദൈവം തുറക്കും. വിശ്വസിക്കുന്നവരാണെങ്കിൽ അവനെ കാത്തിരിക്കുന്നവർക്കും അവനെ അന്വേഷിക്കുന്നവർക്കും അവൻ നല്ലവനാണ്. ഇതുവരെയും ഈ വചന സന്ദേശം കേട്ടുകൊണ്ടിരിക്കുന്ന ചിലർ പറയുന്നുണ്ട്, എൻ്റെ ജീവിതം അങ്ങ് തകർന്നതാ പാസേ, എന്നോട് ദൈവം ആലിലെ കരുണ കാണിച്ചിട്ടില്ല, ഞാനും എൻ്റെ കുടുംബം കഷ്ടതയിലൂടെ ഒക്കെ കടന്നു പോകുന്നു എന്ന് പറയുമ്പോൾ ഇന്ന് ഈ വചനത്തിൻ്റെ ആഴം നിങ്ങൾ ഒന്നുകൂടെ സ്വീകരിക്കണം. ഇന്നു മുതൽ എല്ലാ പ്രഭാതവും ദൈവം പുതിയത് ചെയ്യുമെന്ന് വിശ്വസിക്കണം. ഓരോ ദിവസവും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്നലകളുടെ കഷ്ടങ്ങളിൽ, ഇന്നലകളുടെ വേദനകളിൽ, ഇന്നലകളിൽ അവസാനിച്ചെന്ന് പറഞ്ഞെടുത്ത് ഇന്നു മുതൽ ഈ വചന സന്ദേശം കേൾക്കുന്ന ഓരോ ദൈവമക്കളും ഓരോ പ്രഭാതത്തിൽ ദൈവത്തിന് വേണ്ടി ഒരുങ്ങണം.
എൻ്റെ ദൈവം ഇന്ന് കരുതുമെന്ന് പറഞ്ഞുകൊണ്ട്, എൻ്റെ ദൈവം ഇന്ന് കാക്കുമെന്ന് പറഞ്ഞുകൊണ്ട്. സങ്കീർത്തനത്തിൽ 2 വാക്യങ്ങൾ നമുക്ക് ശ്രദ്ധിക്കാൻ പറ്റും. സങ്കീർത്തനം 5-ാം അധ്യായം അതിൻ്റെ 3-ാമത്തെ വാക്യവും 63-ാം സങ്കീർത്തനം അതിൻ്റെ 1-ാമത്തെ വാക്യവും. യഹോവേ, രാവിലെ എൻ്റെ പ്രാർത്ഥന കേൾക്കണമേ. രാവിലെ ഞാൻ നിനക്കായി ഒരുക്കി കാത്തിരിക്കുന്നു. ഈ വചന സന്ദേശം കേൾക്കുമ്പോൾ ഇതാ രാവിലെ എൻ്റെ പ്രാർത്ഥന കേൾക്കണമെന്നും ഞാൻ ഈ രാവിലെ നിനക്കായി ഒരുക്കി കാത്തിരിക്കുകയാണ്. എൻ്റെ ദൈവം മാറാത്തവനെന്ന് പറഞ്ഞുകൊണ്ട്, എൻ്റെ ദൈവം പ്രവർത്തിക്കുന്നവനെന്ന് പറഞ്ഞുകൊണ്ട് അങ്ങനെ ഒന്ന് വിശ്വസിക്കുകയും പ്രാർത്ഥിക്കുകയൊക്കെ ചെയ്യുന്നവരുണ്ടെങ്കിൽ 63-ാം സങ്കീർത്തനം 1-ാമത്തെ വാക്യം കൂടെ. ദൈവമേ, നീ എൻ്റെ ദൈവം, അധികാലത്തെ ഞാൻ നിന്നെ അന്വേഷിക്കും. വെള്ളമില്ലാതെ ഉണങ്ങി വരേണ്ട ദേശത്ത് എൻ്റെ ഉള്ളം നിനക്കായി ദാഹിക്കുന്നു, എൻ്റെ ദേഹം നിനക്കായി കാംക്ഷിക്കുന്നു. ഇതാ മഴയ്ക്കായി ഒരു വേഴാമ്പൽ കാത്തിരിക്കുന്നത് പോലെ അതിരാവിലെ നാം ദൈവത്തിന് വേണ്ടി ദാഹിക്കുകയാണ്. അങ്ങനെ കാത്തിരിക്കുന്ന, ദാഹിക്കുന്ന ഒരു ഭക്തന് വേണ്ടി ദൈവം നിശ്ചയമായി പ്രവർത്തിക്കും. നിങ്ങൾ വിശ്വസിക്കുന്നവരാണെങ്കിൽ ഓരോ ദിവസവും കടന്നു പോകുന്ന പ്രതികൂലത്തിൽ, ഓരോ ദിവസവും കടന്നു പോകുന്ന പ്രശ്നത്തിനകത്ത് എൻ്റെ ദൈവം ഓരോ പ്രഭാതത്തിലും നീതിയോടെ ന്യായം വിധിക്കുന്നവനാണ്. സെഫന്യാവിൻ്റെ പുസ്തകം 3-ാം അധ്യായം അതിൻ്റെ 5-ാമത്തെ വാക്യം. യഹോവ അതിൻ്റെ മധ്യേ നീതിമാനാകുന്നു, അവൻ നീതികേട് ചെയ്യുന്നില്ല. രാവിലെ രാവിലെ അവൻ തൻ്റെ ന്യായത്തെ തെറ്റാതെ വെളിച്ചത്താക്കുന്നു. നീതി കെട്ടവനോ നാണം എന്തെന്നറിഞ്ഞുകൂടാ. രാവിലെ രാവിലെ അവൻ തൻ്റെ ന്യായത്തെ തെറ്റാതെ വെളിപ്പെടുത്തുന്നു. നിങ്ങൾ ദൈവത്തിന് വേണ്ടി കാത്തിരിക്കുന്നവരാണെങ്കിൽ നാളുകളായി ചില വിഷയങ്ങൾക്ക്, ചില കോടതി വിഷയങ്ങളായിരിക്കാം, ചില പ്രോപ്പർട്ടിയുടെ വിഷയങ്ങളായിരിക്കാം, കുടുംബപരമായ വിഷയങ്ങളായിരിക്കാം, നീതിയില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഭാരപ്പെടുന്ന ഓരോ ദൈവമക്കളോടും ദൈവത്തിന് വ്യക്തമായി പറയാനുണ്ട്. എന്താ പറയാനുള്ളതെന്നറിയാമോ? എൻ്റെ ദൈവം രാവിലെ രാവിലെ തോറും തൻ്റെ ന്യായത്തെ തെറ്റാതെ നീതിയെ വെളിപ്പെടുത്തുകയാണ്. വിശ്വസിക്കാൻ പറ്റുമെങ്കിൽ ഇപ്പോൾ ഒന്ന് ഏൽപ്പിച്ച് പ്രാർത്ഥിച്ചാട്ടെ. ആ ജോലി സ്ഥലത്ത് എനിക്ക് നീതിയില്ല പാസ്റ്റർ, എൻ്റെ കുടുംബത്തിനകത്ത് എനിക്ക് നീതിയില്ല, ഞാൻ കടന്നു പോകുന്ന എല്ലാ മേഖലയിലും എനിക്ക് നീതി അനുവദിച്ചിട്ടില്ല എന്ന് പറയുന്നുണ്ടെങ്കിൽ ഈ പകൽ ഒരു അസാധാരണമായ ദൈവപ്രവൃത്തി ഇതാ നിങ്ങളുടെ മുകളിലേക്ക് വെളിപ്പെടുകയാണ്. നിങ്ങളെ അന്വേഷിച്ച് അത് വെളിപ്പെടുകയാണ്. അങ്ങനെ ഒന്ന് പ്രാർത്ഥിക്കുന്നവരുണ്ടെങ്കിൽ ഇപ്പോൾ നമ്മുടെ ദൈവത്തെക്കുറിച്ച് നമ്മൾ ഒന്നുകൂടെ അറിയുകയാണ്. നമ്മുടെ ദൈവം നല്ല ദാനങ്ങളെ തരുന്നവനാണ്. ഇതാ യാക്കോബിന്റെ ലേഖനം 1-ാം അധ്യായം അതിൻ്റെ 17-ാമത്തെ വാക്യം പറയുന്നു, എല്ലാ നല്ല ദാനവും തികഞ്ഞവരൊക്കെയും ഉയരത്തിൽ നിന്ന് വെളിച്ചങ്ങളുടെ പിതാവിൽ നിന്ന് ഇറങ്ങി വരുന്നു. അവന് വികാരമോ ഗതിഭേദത്താലുള്ള ആച്ഛാദനമോ ഇല്ല. എല്ലാ നല്ല ദാനവും തികഞ്ഞ വരവും ദൈവത്തിൽ നിന്ന്, അല്ലെങ്കിൽ ഉയരത്തിലെ വെളിച്ചത്തിലെ പിതാവിൽ നിന്നാണ് ഇറങ്ങി വരുന്നത്. നിങ്ങൾ വിശ്വസിക്കുന്നവരാണെങ്കിൽ ഓരോ പ്രഭാതവും സൂര്യൻ ഉദിക്കുന്നത് പോലെ ഇതാ നിങ്ങളുടെ ജീവിതത്തിനകത്ത് നല്ല ദാനങ്ങൾ, തികഞ്ഞ വരങ്ങൾ വെളിപ്പെട്ട് വരാൻ പോവുകയാണ്. എങ്കിൽ ഈ വചനം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ പ്രതീക്ഷ വർദ്ധിപ്പിക്കണം, പ്രത്യാശ വർദ്ധിപ്പിക്കണം. കാരണം നമ്മുടെ ദൈവം ജീവിക്കുന്ന ദൈവമാണ്. ഞാൻ നിങ്ങളോട് ഒന്നുകൂടെ ഈ വചനത്തിനകത്ത് നിന്നുകൊണ്ട് ആഴം പറയുകയാണ്. എന്നെ കേൾക്കുന്ന പല മാതാപിതാക്കളുണ്ട്. നിങ്ങളുടെ മക്കൾക്ക് നല്ല ആഹാരമാണ് നിങ്ങൾ കൊടുക്കാൻ ആഗ്രഹിക്കുന്നത്. അങ്ങനെ ഉണ്ടെങ്കിൽ ഇന്ന് ഈ വചന സന്ദേശം കേൾക്കുമ്പോൾ നാം പുതിയ നിയമവിശ്വാസികളാണെന്ന് തിരിച്ചറിയണം. യോഹന്നാന്റെ സുവിശേഷം 1-ാം അധ്യായം അതിൻ്റെ 12-ാമത്തെ വാക്യം പറയാണ്, അവൻ്റെ നാമത്തെ കൈക്കൊണ്ട് അവൻ്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏവർക്കും അവൻ ദൈവമക്കളാകാൻ അധികാരം തന്നിരിക്കുന്നു. ഇപ്പോൾ എന്നെ കേൾക്കുന്നവരുണ്ടെങ്കിൽ ഒരുമിച്ച് നേറ്റ് പറഞ്ഞുകൊണ്ട് പറഞ്ഞേ, ഞാൻ ദൈവത്തിൻ്റെ മകനാണ്, ഞാൻ ദൈവത്തിൻ്റെ മകളാണ്. ആ പദവിയിൽ ജീവിക്കുന്നവർ നിങ്ങൾ നന്മകൾ അനുഭവിക്കണമെന്ന് നിങ്ങളുടെ അപ്പൻ ആഗ്രഹിക്കുകയാണ്. നമ്മളൊരു സംഘടനയുടെ വ്യക്തിയായി തീരരുത്, അല്ലെങ്കിൽ ഒരു മതത്തിൻ്റെ വ്യക്തിയായി തീരരുത്. മതവും സംഘടനയെല്ലാം നാം അതിലായിത്തീരണമെന്ന് മാത്രമാണ് ആഗ്രഹിക്കുന്നത്. അതിനകത്ത് ദൈവം വെച്ചിരിക്കുന്ന നന്മകൾ സ്വീകരിക്കണമെന്ന് ആഗ്രഹിക്കുന്നില്ല. എന്നാൽ ഇന്ന് ഞാൻ ഒന്നുകൂടെ ഒന്ന് വിളിച്ചു പറയുന്നു, ക്രിസ്ത്യ ജീവിതം എന്ന് പറയുന്നത് ദൈവത്തെ ജീവിതത്തിൽ വെളിപ്പെടുത്തുന്ന അല്ലെങ്കിൽ അനുഭവിക്കുന്ന ഒരു തലമാണ് നമ്മുടെ ക്രിസ്ത്യ ജീവിതം. എന്നെ കേൾക്കുന്ന ഞാനും നിങ്ങളും ദൈവത്തിൻ്റെ മക്കളാണെന്ന് ഉറപ്പുണ്ടെങ്കിൽ ആ പദവിയിൽ ആ നന്മകളെ സ്വീകരിക്കാൻ തയ്യാറാകണം. ലൂക്കോസിന്റെ സുവിശേഷം 3-ാം അധ്യായം അതിൻ്റെ 23 മുതൽ 38 വരെ ഉള്ള വാക്യങ്ങൾ നോക്കൽ വംശാവലിയാണ്. യേശു ക്രിസ്തുവിൻ്റെ വംശാവലി അവിടെ കൊടുത്തിരിക്കുന്നത്. അതിൻ്റെ 38-ാമത്തെ വാക്യം ഞാൻ വേഗത്തിൽ വായിക്കുകയാണ്. കായിൻ ഏനോഷിൻ്റെ മകൻ, ഏനോഷ് ഷേത്തിൻ്റെ മകൻ, ഷേത്ത് ആദാമിൻ്റെ മകൻ, ആദാം ദൈവത്തിൻ്റെ മകൻ. ഈ വംശാവലി ഇതാ ആദാം മുതൽ യേശു ക്രിസ്തുവിലുള്ള വംശാവലിയാണ് നമ്മൾ കാണുന്നത്. ഇതാ യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുന്ന ഞാനും നിങ്ങളും യേശു ക്രിസ്തുവിൻ്റെ ആ കുടുംബത്തിലാണെന്ന് ഉറപ്പുണ്ടെങ്കിൽ ഈ കാലത്തൊരു വംശാവലി വെളിപ്പെട്ടാൽ നിങ്ങളുടെ പേരും എൻ്റെ പേരും അതിനകത്തുണ്ട്. വിശ്വസിക്കാൻ പറ്റുമെങ്കിൽ
ആ പദവിയിൽ നിൽക്കുമ്പോൾ തന്നെ ദൈവം തൻ്റെ മക്കൾക്ക് വേണ്ടി ഒരുക്കിയിരിക്കുന്നത് ഒരു കണ്ണ് കണ്ടിട്ടില്ല, ചെവി കേട്ടിട്ടില്ല, ആരെ ഹൃദയത്തിൽ തോന്നിയിട്ടില്ല എന്ന് പറയുമ്പോൾ തന്നെ ദൈവത്തിൻ്റെ കരുതലുകൾ ഇപ്പോൾ മക്കളെന്ന പദവിയിൽ നിന്നുകൊണ്ട് അനുഭവിക്കാൻ തയ്യാറാകണം. അത് ഓരോ ദിവസവും പുതിയതാകുന്നത് പോലെ എന്നെ കേൾക്കുന്നവരുണ്ടെങ്കിൽ ഈ പ്രഭാതം ദൈവത്തിൻ്റെ പുതിയ കരുതൽ കാണുന്ന പ്രഭാതമാണ്. ഞാനും നിങ്ങളും ഓരോ ദിവസവും ജീവിക്കുമ്പോൾ ദൈവത്തിൻ്റെ മക്കളായിട്ടാണ് നിൽക്കുന്നതെങ്കിൽ ആകുലപ്പെടരുത്. കാരണം എന്തെന്ന് ചോദിച്ചാൽ മത്തായിയുടെ സുവിശേഷം 6-ാം അധ്യായം അതിൻ്റെ 33-34 വാക്യം, മുമ്പേ അവൻ്റെ രാജ്യവും നീതിയും അന്വേഷിപ്പിൻ, അതോടുകൂടെ ഇതൊക്കെയും നിങ്ങൾക്ക് കിട്ടും. 34-ാമത്തെ വാക്യം, അതുകൊണ്ട് നാളേക്കായി വിചാരപ്പെടരുത്, നാളത്തെ ദിവസം തനിക്കായി വിചാരപ്പെടുമല്ലോ. നിങ്ങൾ വിശ്വസിക്കുന്നവരാണെങ്കിൽ ഈ വചനത്തെ ഏറ്റെടുക്കണം. ദൈവത്തിൻ്റെ മക്കളാണെന്ന് ഉറപ്പുണ്ടെങ്കിൽ മുമ്പേ അവൻ്റെ രാജ്യത്തിനും നീതിക്കും വേണ്ടി നിന്നാൽ മതി. നാളേക്കായി നിങ്ങൾ വിചാരപ്പെടരുത്, നാളത്തെ ദിവസം തനിക്കായി വിചാരപ്പെടുകയാണ്. ഒന്ന് കണ്ണുകൾ അടച്ചുകൊണ്ട് ഇപ്പോൾ എൻ്റെ കൂടെ പ്രാർത്ഥിക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ, ഇതാ ഓരോ ദിവസവും എൻ്റെ ദൈവം പുതിയത് ചെയ്യുകയാണ്. അവനിൽ പ്രത്യാശ വയ്ക്കുക, അവനായി കാത്തിരിക്കാൻ തയ്യാറാക്കുക. എൻ്റെ ദൈവം വലുത് ചെയ്യാൻ പോകുന്നു. ഒന്ന് കണ്ണുകൾ അടച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. ഞങ്ങളെ സ്നേഹിക്കുന്ന ഞങ്ങളുടെ നല്ല ദൈവമേ, പൂർണ്ണ ഹൃദയത്തോടെ എന്നെ കാണുന്ന, എന്നെ കേൾക്കുന്ന ഓരോ മക്കൾക്കുമായി ഞാൻ പ്രാർത്ഥിക്കുന്നു. ഇന്നു മുതൽ ഇവർ ദൈവത്തിൽ നിന്ന് പുതിയത് അനുഭവിക്കുന്നവരാണ്. ഇന്നു മുതൽ ഇവരുടെ ജീവിതത്തിൽ സങ്കടങ്ങൾക്കും അപ്പുറത്തായി എൻ്റെ ദൈവം ഓരോ പ്രഭാതത്തിലും ഇവർക്കായി വലിയ നന്മകൾ കരുതുകയാണ്. അവൻ നല്ല ദാനങ്ങളെ തരുന്ന പിതാവാണ്. ഇപ്പോൾ കാണുന്ന ഓരോ ദൈവമക്കളുടെ മേലേക്കും ആ വലിയ ദാനങ്ങൾ ഇറങ്ങി വരട്ടെ, ആ നന്മകൾ ഇറങ്ങി വരട്ടെ, ആ വിടുതൽ ഇറങ്ങി വരട്ടെ. യേശുവേ, ഇവരെ സൗഖ്യം ഇപ്പോൾ വെളിപ്പെട്ടതിനായി നന്ദി. യേശുവേ, ഇവരെ വിടുതൽ ഇപ്പോൾ വെളിപ്പെട്ടതിനായി നന്ദി. അത്ഭുതകരമായ വിടുതൽ ഇവർക്ക് വേണ്ടി വെളിപ്പെട്ടതിനായി സ്തോത്രം. യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ, ആമേൻ. പ്രിയരെ, ഈ വചന സന്ദേശം നിങ്ങൾക്ക് അനുഗ്രഹമാകുന്നെങ്കിൽ ഈ കാണുന്ന നമ്പറിൽ വേഗത്തിൽ വിളിച്ച് നിങ്ങളുടെ പ്രാർത്ഥനാ വിഷയങ്ങളും നിങ്ങളുടെ സാക്ഷ്യങ്ങളും അറിയിക്കണം. അതേപോലെ തന്നെ പ്രത്യേകമായൊരു അറിയിപ്പ്, തൃശ്ശൂരിലും എറണാകുളത്തും തിരുവനന്തപുരത്തും കൊല്ലത്തും ഒക്കെ നമ്മുടെ ആരാധന നടക്കുകയാണ്. നിങ്ങൾ കടന്നു വരണം. വലിയ ദൈവപ്രവർത്തികൾ ഈ ദിവസങ്ങളിൽ കാണുവാനായിട്ട് ഞാൻ ഒരിക്കൽ കൂടെ നിങ്ങളെ ഓർപ്പിക്കുന്നു. നിങ്ങൾക്ക് ഈ മെസ്സേജുകൾ മിസ്സാകുന്നുണ്ടെങ്കിൽ നമ്മുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. പാസ്റ്റർ റോയ് ഹെൻറി എന്ന് നിങ്ങൾക്ക് യൂട്യൂബിൽ ടൈപ്പ് ചെയ്താൽ നമ്മുടെ യൂട്യൂബ് ചാനൽ ലഭിക്കുന്നതാണ്. മറ്റുള്ളവരിലേക്കും കൂടെ നിങ്ങൾ ഈ ലിങ്കുകൾ കൈമാറണമെന്ന് ഓർപ്പിക്കുന്നു. കർത്താവ് നിങ്ങളെ അധികത്തിൽ മാനിക്കട്ടെ. ഗോഡ് ബ്ലെസ് യു. ആമേൻ.